മദ്യപാനത്തിനേക്കാളും പുകവലിയേക്കാളും അപകടകരമായിട്ടുള്ള ഒരു ദുശീലം നമ്മുടെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. നെഗറ്റീവ് തിങ്കിങ്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലത, അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയും എപ്പോഴെങ്കിലും മരിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പം തന്നെ നോക്കിയെടുത്ത് പഞ്ഞി വെക്കൽ. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത് തീർച്ചയായും നമ്മളെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നു. അത് നമ്മുടെ പ്രവർത്തികളിലായി കഴിഞ്ഞാലും നമ്മുടെ ചിന്തകളിലായി കഴിഞ്ഞാലും അത് നമ്മളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സ്വഭാവ വിശേഷം എന്ന് തന്നെ പറയാം ഈ നെഗറ്റീവ് ചിന്തിങ്ങനെ, അല്ലെങ്കിൽ വ്യാകുലത, അല്ലെങ്കിൽ നാളെ എന്താവും, അത് ഇല്ലെങ്കിൽ എന്താവും, ഇതല്ലെങ്കിൽ എന്താവും, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ നമ്മുടെ പ്രവർത്തികളെയും നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ സന്തോഷത്തെയും എല്ലാം ഇന്ന് തന്നെ തച്ചുടച്ച്, അല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യേണ്ടിയിരുന്ന കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഇന്ന് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത്. എന്ത് കാര്യത്തിലും നമ്മളൊരു പോസിറ്റീവ് കാണുക എന്നുള്ളതാണ് ഒരു മുന്നോട്ടുള്ളൊരു ജീവിതത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉന്മേഷത്തിന്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഊർജ്ജസ്വലമായി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഓവർ തിങ്കിങ്ങും, നാളെ എന്തുകൊണ്ട് നാളെ ഇത്, അല്ലെങ്കിൽ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പൈസ കടം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇത് നടക്കുമോ, അല്ലെങ്കിൽ നാളെ എനിക്ക് അവിടെ പോകാൻ പറ്റുമോ, നാളെ ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറാവോ, ഞാൻ നാളെ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമോ, എനിക്ക് നാളെ പോകുമ്പോൾ എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടാവോ, ഇടി കിട്ടുമോ എന്നുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചുകൊണ്ട് നാളെ നമ്മൾ ചെയ്യാനുള്ള ആ പ്രവൃത്തിനെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഓക്കെ ഞാൻ നാളെ പോകുന്നു, അവിടെ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അല്ലെങ്കിൽ അവനെ കാണുന്നു, വർഷങ്ങൾക്ക് ശേഷം ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം നാളെ കഴിക്കാൻ പറ്റുന്നു, ഞാൻ അവിടെ പോണ വഴിക്ക് ഇന്ന ഹോട്ടലിൽ കയറി ഞാൻ ഒരു ഭക്ഷണം കഴിക്കും, അവിടെയൊക്കെ ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്കൊരു ഊർജ്ജസ്വലത കൈവരികയും ചെയ്യും. എപ്പോഴും നമ്മളൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തിക്ക് ചെയ്യുമ്പോഴോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായി പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക, എന്തിലും ഒരു നല്ലത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിപരമായി എനിക്കുള്ള ഒരു അനുഭവം. എന്ത് കാര്യങ്ങൾ, എന്ത് പ്രവൃത്തിയോ, എന്തോ അപകടമോ, മോഹൻലാൽ പറഞ്ഞ പോലെ തലവേദനയെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ബാക്കി എന്തും നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളൊരു ഒരു കാര്യം ഇതിലൊക്കെ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേദന നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം. അത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ കൂടിയിട്ട് ഇതെല്ലാം നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പ്രവൃത്തികളെല്ലാം നമ്മളൊരു പോസിറ്റീവ് വൈബിലേക്ക്, അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് ചിന്തകൾ അപ്പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രാവർത്തികമല്ലാന്നിരുന്നാൽ കൂടി നെഗറ്റീവ് ചിന്തകൾ പതിയെ കുറച്ച് വരിക, എന്തിലും ഒരു പോസിറ്റീവ് കണ്ടെത്തുക, മുന്നോട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഉറങ്ങാൻ കിടക്കുന്നവർക്ക് ശുഭരാത്രി. ബൈ.